ഖിറാഅ എന്ന വാക്ക് സാധാരണഗതിയിൽ നാം പാരായണത്തിന് ആണ് പ്രയോഗിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ തിലാവ എന്നൊരു പ്രയോഗമുണ്ട്. യത്ലൂനഹു ഹഖ്ഖ തിലാവത്തി, വേദസമൂഹം വേദവാക്യങ്ങളെ യഥാവിധി തിലാവ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് തിലാവ? തല എന്ന വാക്കിന് പിന്തുടരുക എന്നാണ് ആശയം. ഒരാളെ അയാളുടെ നിഴൽ പിന്തുടരുന്ന പോലെ, സൂര്യന് പിറകെ ചന്ദ്രൻ പ്രത്യക്ഷമാകുന്ന പോലെ എന്ന് ഖുർആൻ തന്നെ പ്രയോഗിക്കുന്നുണ്ട്. ശരിക്കും തിലാവ എന്ന് പറയുമ്പോൾ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അയാളുടെ നാവ് ആ അക്ഷരങ്ങളെ പിന്തുടരുന്നുണ്ട്, അയാളുടെ കണ്ണുകൾ അക്ഷരങ്ങളെ പിന്തുടരുന്നുണ്ട്. അയാൾ ശബ്ദത്തിലാണ് വാക്കുകൾ ഉച്ചരിക്കുന്നതെങ്കിൽ അയാളുടെ ശബ്ദത്തെ അയാളുടെ തന്നെ കാതുകൾ പിന്തുടരുന്നുണ്ട്. അതിനുമപ്പുറം ആ വാക്കുകളുടെ അർത്ഥം അയാൾ പിന്തുടരുന്നുണ്ട്, അതിലെ ആശയങ്ങളെ അയാളുടെ ചിന്ത പിന്തുടരുന്നുണ്ട്. ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുമോ? സാധ്യമല്ല. ഈ ആശയങ്ങളെ അവനവൻ്റെ ജീവിതം പിന്തുടരുമ്പോഴാണ് തിലാവ പൂർണ്ണത പ്രാപിക്കുന്നത് എന്ന് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 23 വർഷങ്ങൾ കൊണ്ടാണല്ലോ വചനങ്ങൾ അവതരിച്ച് പൂർണ്ണമാകുന്നത്. എങ്കിൽ ഓരോ വചനങ്ങളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ജീവിതം കൊണ്ട് ഖുർആൻ വചനങ്ങളെ അവർ പിന്തുടർന്നപ്പോൾ ലോകത്ത് വേറിട്ടൊരു മാതൃകയായിട്ട് അത്ഭുതകരമായ ഒരു സമൂഹം രൂപം കൊണ്ടു, ഒരു ആദർശ സമൂഹം. വിശുദ്ധ ഖുർആൻ തിലാവയിലൂടെ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ആദർശ സമൂഹം രൂപപ്പെടുക എന്നതാണ്. അതിനാൽ ഖുർആൻ വചനങ്ങളെ നാമും നിഴൽ പോലെ പിന്തുടരേണ്ടിയിരിക്കുന്നു.